കുറച്ച് മാജിക് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ആട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ടിഷ്യൂ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കത് ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഒരു ഫ്ലവർ ആക്കി എടുക്കണം. അതിൽ 2 ലെയർ ഉണ്ടാവും. ആ 2 ലെയർ നമുക്ക് ഒരുമിച്ച് വേണം കേട്ടോ. പിന്നെ മാജിക് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാജിക് ഒന്നുമല്ല, ജസ്റ്റ് അതിനൊരു പേരിട്ടിട്ടെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ആ ലെയറില്ലേ അതൊന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലത്തേക്ക് നമുക്ക് ഈ ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഈ ഒരെണ്ണത്തിൽ മാത്രമേ നമുക്ക് കളർ ചെയ്യേണ്ടുള്ളൂ, അടുത്തതിൽ നമുക്ക് കളർ ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് നമ്മുടെ കാർഡിലേക്ക് ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ കളർ ചെയ്യാത്ത ഫ്ലവറും കൂടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവർ ഒട്ടിക്കുമ്പം ആ ഫ്ലവർ 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതേ രീതിയിൽ തന്നെ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പം നമ്മൾ ആ പെറ്റലിൻ്റെ 2 പെറ്റലിൻ്റെയും 2 ഫ്ലവേഴ്സിൻ്റെയും ആ തുമ്പത്തൊരു ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പെറ്റലുകൾ മാറിപ്പോതിരിക്കും. ആ കുത്തിട്ട അതേ പെറ്റൽ തന്നെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മൾ മാജിക് കാണാൻ പോകുന്നത്. വാട്ടർ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിയിലുള്ള ആ കളറില്ലേ അത് മുകളിലത്തെ ആ ടിഷ്യൂ പേപ്പറിലേക്ക് കൂടി സ്പ്രെഡായിട്ട് ആ കളർ ഇങ്ങനെ വരും. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ അടിയിൽ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് മുകളിൽ ഇങ്ങനെ വേറെ ടിഷ്യൂ പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് വെള്ളത്തിലിടില്ലേ, അപ്പോൾ അടിയിലത്തെ ആ ഒരു സംഭവം ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരില്ലേ ആ കളറുകൾ, അതേ ടെക്നിക്ക് തന്നെയാണിത്. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ചെറിയ ഓരോ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വോൾ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പേപ്പർ സ്ട്രോ നമുക്ക് അതിൻ്റെ സൈഡിൽ ഒരു ഫ്രെയിമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഷ് പെൻ വെച്ചിട്ട് അതിന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വോൾ ഡെക്കർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ആ ഡാർക്ക് വയലറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് ലൈറ്റ് കളർ ചൂസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു രസം കൂടിയാണ്, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും, ഒരു ബോറടിയൊക്കെ മാറി കിട്ടും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.